അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടിയാൽ അത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ വന്ന് ഇസ്തസ്ഖലി ഉമ്മത്തിക, നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി ചോദിക്കുന്നു, മഴയ്ക്ക് വേണ്ടി ദുആയിരക്കാൻ നബിയെ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ടല്ലോ. അപ്പോൾ സ്വഹാബിമാർ പോലും അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിച്ചാൽ എങ്ങനെയാണ് അത് ഷിർക്കാവുക എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഇസ്തസ്ഖലി ഉമ്മത്തിക്ക എന്നുള്ള സംഭവം ഇതൊക്കെ ദുർബലമായ സംഭവങ്ങളാണ്. വലിയ ആലിമീങ്ങൾ ഈ ദുർബലമായ സംഭവങ്ങൾ വെച്ച് സാധാരണക്കാരെ ഇസ്തിഗാസ എന്ന പേരിൽ പ്രവാചകനോട് ദുആയിരക്കാൻ പഠിപ്പിക്കുന്നത് വലിയ അപകടവും അബദ്ധവുമാണ്. ഇതിന്റെ സംഭവത്തിന് ചുരുക്കം ഇപ്രകാരം കാണാം. അസാബന്നാസു ഖഹ്തൻ ഫി സമനി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വരൾച്ചയുണ്ടായി. ഫജാഅ റജുലുൻ ഇലാ ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു വ്യക്തി പ്രവാചകന്റെ ഖബറിനരികിലെത്തി. യാ റസൂലല്ലാഹ്, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തസ്ഖലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു, നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയെ ചോദിക്കുന്നു നബിയെ, നിങ്ങളുടെ ഉമ്മത്ത് നശിച്ചു പോവുകയാണ്. ഫഅത റജുല ഫിൽ മനാമി ഫഖീല ലഹു, എന്നിട്ട് ഈ മനുഷ്യൻ ഉറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നൊരാൾ പറഞ്ഞു, ഉമറ, നീ ഉമറിന്റെ അടുത്തേക്ക് ചെല്ലണം. ഈ സ്വപ്നത്തിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നുള്ളതാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത്. ഉമറ, ഉമറിന്റെ അടുത്ത്. ഫഅത റജുല ഫിൽ മനാം, സ്വപ്നത്തിൽ വന്നിട്ട് ഇപ്രകാരം പറയപ്പെട്ടു, നീ ഉമറിന്റെ അടുത്തേക്ക് ചെല്ലണം, എന്നിട്ട് ഉമറിന് സലാം പറയണം, എന്നിട്ട് പറയണം, ഉമറെ, നീ നിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഈ കഥ. ഈ കഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്നാദുഹു ലഈഫുൻ ലാ യുഹ്തജ്ജു ബിഹി, തെളിവിന് പറ്റാത്ത ദുർബലമായൊരു റിപ്പോർട്ടാണ്. മാലിക്കുദ്ദാർ, ഈ റിപ്പോർട്ടിലുള്ള മാലിക്കുദ്ദാർ മജ്ഹൂൽ, അറിയപ്പെടാത്ത അവ്യക്തനായ മജ്ഹൂലായ വ്യക്തിയാണ്. അപ്പോൾ ദുർബലമായ റിപ്പോർട്ടാണ്. മാത്രമല്ല ഈ റിപ്പോർട്ടിലാവട്ടെ അർ റജുൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏതാണ് ആ റജുൽ? ആരാണ് ആ റജുൽ? പ്രവാചകന്റെ ഖബറിനരികിൽ പോയി ഇസ്തസ്ഖലി ഉമ്മത്തിക എന്നുള്ള റജുൽ ആരാണ്? അത് പറയുമ്പോൾ ചില ആളുകൾ ഉദ്ധരിക്കാറുണ്ട് മറ്റൊരു റിപ്പോർട്ട്. ഫതുഹുൽ ബാരിൽ, ബൈഹഖി, അബൂ ഷൈബ, അൽ ബിദായത്ത് വന്നിഹായ, ഇവിടെയൊക്കെ ഈ റിപ്പോർട്ടുണ്ട്. അസ്വബന്നാസു ഖഹ്തൻ ഫി സമനി ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മഴയില്ലാതെ വന്നു, വരൾച്ച വന്നപ്പോൾ ഫജാഅ റജുലുൻ ഇലാ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഖബറിനരികിൽ ആൾ പോയി, എന്നിട്ട് ഇസ്തസ്ഖലി ഉമ്മത്തിക എന്ന് പറഞ്ഞു. ആ റജുൽ ആരാണ്? ആ റജുൽ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയാണ്, അഹദു സ്വഹാബ, ഒരു സ്വഹാബിയുമാണ് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ റിപ്പോർട്ട് കൊണ്ടുവരുന്നത് സൈഫ് എന്ന് പറയുന്ന വ്യക്തി അൽ ഫുതൂഹ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ്. ഈ സൈഫ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എത്രയോ പണ്ഡിതന്മാർ, യഹ്യ ഇബ്നു മഈൻ പറയുന്നു, ലഈഫ്, ദുർബലനാണ്, ഫലൈസ ഖൈറു മിൻഹു, അദ്ദേഹത്തെ കൊണ്ട് ഒരു ഉപകാരമില്ല. അബൂ ദാവൂദ് പറയുന്നു, ലൈസ ബിശൈഇൻ, ഒരു ഗുണവുമില്ലാത്തവനാണ് അവൻ. അബൂ ഹാത്തിം പറയുന്നു, മത്രൂക്ക്, ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇബ്നു ഹിബ്ബാൻ പറയുന്നത് നിരീശ്വരവാദി പോലുമാണ് അദ്ദേഹം എന്നാണ്. ഇബ്നു അദി പറയുന്നത് എല്ലാ ഹദീസുകളും വെറുക്കപ്പെട്ടതാണെന്നുള്ളതാണ്. മഖ്ഹൂൽ പറയുന്നത് കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കുന്ന വ്യക്തിയാണെന്നാണ്. അപ്പോൾ ദുർബലമായ ഈ റിപ്പോർട്ട് വെച്ചിട്ടാണോ അഖീദ സ്ഥാപിക്കേണ്ടത്, ഇസ്തിഗാസ സ്ഥാപിക്കേണ്ടത്? മഴയില്ലാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോടാ തേടിയത്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹ് മഴ തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഹവാലൈനാ വല അലൈനാ, മഴ കൂടിയപ്പോൾ, മഴ കുറഞ്ഞപ്പോഴോ, മഴ ഇല്ലാതെ വന്നപ്പോഴോ അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, മഴ പെയ്യിപ്പിക്കണേ അല്ലാഹ്. സ്വഹാബത്ത് എന്ത് ചെയ്തു? മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു, അള്ളാഹുവിൻ്റെ മുമ്പിൽ മഴയ്ക്ക് വേണ്ടി നമസ്കാരം നടത്തിയെന്നാണ്. ഇതൊക്കെയാണ് ഹദീസിലുള്ളത്, അല്ലാതെ ഇസ്തസ്ഖലി ഉമ്മത്തിക്ക് ചൊല്ലിയതല്ല. അതുകൊണ്ട് ദുർബലമായ റിപ്പോർട്ടാണ് ഇത്. മനസ്സിലാക്കുക, ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകളിൽപ്പെട്ട് റസൂലുള്ളാഹിയോട് സഹായം തേടുക, അത് ദുആയായി തീരുക, അവസാനം നരകത്തിലെത്തുക, ഈ രൂപത്തിലുള്ള ഒരു അധപ്പതനം നമ്മുടെ വിശ്വാസ രംഗത്ത് ഉണ്ടാവരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.